KPCC ആസ്ഥാനത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഫ്ലക്സുകൾ എടുത്തു മാറ്റുന്ന KC അനുകൂലികൾ, അവിടെ KCK സ്ഥാപിച്ച ഫ്ലക്സുകൾ എടുത്തു മാറ്റുകയാണ്. നേരത്തെ ലഡ്ഡു ഒക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങോട്ടേക്ക്. പിന്നീട് നേരത്തെ 3 നേതാക്കളും തങ്ങളുടെ ഫ്ലക്സുകളൊക്കെ എടുത്തു മാറ്റണം, ഇനി അങ്ങനെ ഒരു തർക്കത്തിലേക്കോ പ്രകടനങ്ങളിലേക്കോ കടക്കരുതെന്നുള്ള ആഹ്വാനം നടത്തിയിരുന്നു അല്പം മുൻപ്. നമ്മൾ പാർട്ടിയാണ് വലുത് എന്ന്. അതിന് പിന്നാലെയാണിത്. അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ലഡ്ഡുവുമൊക്കെയായി എത്തിയിരുന്നു അണികൾ, KC അണികൾ. അതിനിടയിലാണ് ഈ ഫ്ലക്സ് മാറ്റം ചെയ്യണമെന്നുൾപ്പെടെയുള്ള ആഹ്വാനം നേതാക്കൾ നടത്തുകയും ചെയ്ത് അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം? ഇന്ദിരാഭവനിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴും. പക്ഷേ ആകാംക്ഷയാണ്. ഈ ദൃശ്യങ്ങൾ ഒരു ഐക്യ സന്ദേശത്തിന്റെ തുടർച്ചയായി സംഭവിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ആരെയാണ് ചർച്ചയിൽ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ വന്ന 2 പ്രതികരണങ്ങൾ പ്രധാനം. അത് രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും. KC വേണുഗോപാൽ പക്ഷേ കാര്യമായി പിന്നീട് സംസാരിച്ചില്ല. രമേശ് ചെന്നിത്തല നാളെ മടങ്ങുന്നുള്ളൂ എന്ന് പറയുന്നു, മറ്റുള്ളവർ മടങ്ങുന്നു എന്നും പറയുന്നു. ഇന്നിപ്പോൾ ACCയുടെ ഭാഗത്ത് നിന്ന് രാത്രി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഹൈക്കമാൻഡ് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു എന്താണ്? അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, നേരത്തെ KC അനുകൂലികൾ KPCയിൽ ലഡു വാങ്ങിച്ചു എന്ന് പറയുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഐക്യ സന്ദേശം നേതാക്കൾ 3 പേരും പുറപ്പെടുവിച്ച തരത്തിൽ ഫ്ലെക്സുകൾ മാറ്റുന്നതൊക്കെ കാണുന്നുണ്ട്. എങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ അവിടെ ഏതെങ്കിലും വിഭാഗം നേതാക്കൾക്കുണ്ടോ? ആർക്കാണ് സാധ്യത? അതായത് വലിയ പ്രതീക്ഷയിലാണ് KC അനുകൂലികൾ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ പ്രസ്താവന വന്ന ഉടൻ തന്നെ നേതാക്കൾ ഇവിടെ നിന്നും ഈ ഫ്ലെക്സുകൾ മാറ്റാൻ എന്ന് പറഞ്ഞു തീർന്ന ഉടൻ തന്നെ ഫ്ലെക്സുകൾ മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടായത്. ഇപ്പോൾ നബീൽ കല്ലമ്പലം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നബീലെ, ഈ ഫ്ലെക്സ് മാറ്റാൻ ഒരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന് ഉടൻ തന്നെ മാറ്റുകയാണ്. നേതാക്കന്മാരുടെ പ്രതികരണം എല്ലാം കേട്ടു. നമ്മൾ 3 ആളുകളും സംസാരിച്ചു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനും സംസാരിച്ചു. ആ സംസാരത്തിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ആര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു? 3 ഞങ്ങളുടെ നേതാക്കളാണ്. പടം നയിച്ചതും പടം ഒരുക്കിയതും സീനിയോറിറ്റിയും എല്ലാം 3 നേതാക്കളും ഞങ്ങളുടെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഏത് നേതാവിനെ പറഞ്ഞാലും ആ നേതാവിന് ഹൃദയത്തിലേറ്റ് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളിവിടെ ഉണ്ടാകും. അതിന് ഒരു ഫ്ലെക്സ് യുദ്ധവും വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ ഫ്ലെക്സുകളും എടുത്തു മാറ്റി പാർട്ടി പറയുന്നത് പോലെ ഏത് നേതാവിനെ പ്രഖ്യാപിക്കുന്നു ആ നേതാവ് മറ്റു സ്ഥലങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലടക്കമുള്ള നിർദ്ദേശം കൊടുത്തു. ആ ഓരോ മേഖലയിലും കൃത്യമായ പ്രവർത്തകർ നിർദ്ദേശം കൊടുത്തു. വെള്ളയമ്പലം ജംഗ്ഷൻ അടിക്കുന്ന ഫ്ലെക്സ് പാളയത്തുണ്ട് എല്ലാ മേഖലയിലും. അതായത് KC വേണുഗോപാലിന്റെ വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളെല്ലാം മാറ്റും എന്നുള്ളതാണ് ഈ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്.